അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ED ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെന്നും അതിൽ ഭയപ്പെട്ടാണ് അവർ BJP-യിലേക്ക് ചേക്കേറിയത് എന്നും ഞാൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയരുതല്ലോ. അങ്ങനെ ED ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പേരിൽ പോകുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ അവരുടെ കാര്യത്തിൽ അതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വീഡിയോ വന്നായിട്ടൊന്നും ഈ പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട്. ഫോണിൽ വിളിച്ച് ഒരു സൂചനയും തന്നിട്ടില്ല. ചർച്ച ചെയ്തു എന്ന് പോലും പറഞ്ഞില്ല. അതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് കാലത്ത് ഫ്ലാഷ് വരുന്നത്. ആ സമയത്താണ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ബ്ലോക്കാണ്. പിന്നെ വിളിക്കാൻ പോയില്ല. നമ്മൾ അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സൂചന പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ വന്ന് നിങ്ങൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടപ്പോഴാണ് ഞാൻ അവരെ വിളിക്കാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് മുതൽ ബ്ലോക്കാണ്. അതായത് സഹോദരനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെ, തലേന്ന് തന്നെ തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിന് മീഡിയേറ്റർ ആയത്? അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഏതായാലും പോകേണ്ട കാര്യം. ഞാൻ പറയാം, മീഡിയേറ്റർമാരങ്ങനെ വന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഒരു സംശയം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ BJP ആണ് വീണ്ടും അധികാരത്തിൽ എത്തുന്നതെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങളും BJP-യിലേക്ക് എത്തുമെന്നാണ് BJP നേതാക്കൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും കേരളത്തിൽ BJP-ക്ക് വളർച്ചയില്ല. ഒരു ഇലക്ഷന് ചിലപ്പോൾ ശതമാനം കൂടി അടുത്ത ഇലക്ഷന് താഴോട്ട് പോകും. നിയമസഭയിലേക്ക് തന്നെ അക്കൗണ്ട് തുറക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഷാഫി പറമ്പിലിൻ്റെ സാധ്യത എത്രത്തോളമാണ് നടന്നത്? മിനിമം 50,000 വോട്ടിന് അധികം ജയിക്കും. മിനിമം. അത് ഏത് കഴിയുമ്പോൾ 1 ലക്ഷം വരെ പോകാം. വടകരയിൽ നിന്ന് താങ്കൾക്ക് മാറേണ്ടി വന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിമർശനം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അതിൽ പാർട്ടി പറഞ്ഞു മാറി. പാർട്ടി അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു, പോയി മത്സരിച്ചു, ജയിച്ചു. തൃശ്ശൂർ ഒരു സാഹചര്യം വന്നപ്പോൾ തൃശ്ശൂർക്ക് മാറണമെന്ന് പറഞ്ഞു മാറി. അതിപ്പോൾ പാർട്ടിയല്ലേ എന്നെ ഇത്രയും വരെ എത്തിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നു? ഇല്ല, ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അമേത്തിയിലെ സ്ഥാനാർത്ഥിയതിന് ശേഷമാണല്ലോ കഴിഞ്ഞ വയനാട്ടിൽ വന്നത്. അന്ന് എല്ലാവർക്കും അറിയായിരുന്നു അമേത്തി ജയിച്ചു കഴിഞ്ഞാൽ വയനാട് ഒഴിയുമെന്ന് അറിയായിരുന്നു. പക്ഷേ അത് അറിഞ്ഞിട്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇത്തവണയും അവരുടെ തീരുമാനം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. പിന്നെ റായ്ബറയിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അന്ന് ആലോചിക്കാനാണ്. റിസൾട്ട് വരട്ടെ. അല്ല, സ്വാഭാവികമായി അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതിനോട് കെ മുരളീധരൻ്റെ നിലപാടുണ്ട്. അല്ല, അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. തീർച്ചയായിട്ടും അംഗീകരിച്ചേ മതിയാവും.